എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട Nios +2 വിദ്യാർത്ഥികളെ, ഇത് സോഷ്യോളജിയുടെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് കേട്ടോ. ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. നാളെയാണ് നിങ്ങളുടെ എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം എത്ര ഈസിയാണല്ലോ. പഠിച്ചു പോകുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് സോഷ്യോളജി നല്ല എളുപ്പമാണ്. പിന്നെ എന്താണ്, നമ്മൾ ജയിക്കുക, ഒരു പാസ് മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രം ആവരുത് നിങ്ങളുടെ ഉദ്ദേശം. നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നല്ലൊരു മാർക്ക് ആ സോഷ്യോളജി എന്ന സബ്ജക്റ്റിന് നേരെ ഒരു 85-90 എന്നുള്ളൊരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അത് എൻ്റെ കൂടി ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 3 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുന്നത്. എനിക്കറിയാം ലാസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചെത്തോ എന്നൊന്നും അറിയില്ല. എന്നാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ്റെ രീതി മാത്രമല്ല, മുൻ വർഷങ്ങളിൽ നിങ്ങൾ മറ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയപ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നും നമുക്കത് എത്രത്തോളം ഉപകാരപ്രദമാണെന്നൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളിത് നന്നായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ഓപ്ഷണൽ മൊഡ്യൂൾ, ഇതെല്ലാം കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എക്സാം ഹാളിലിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതുക. അതുപോലെ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് അഭിപ്രായം പറയണം. എല്ലാവർക്കും അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതല്ലേ ടീച്ചർ കഴിഞ്ഞ വീഡിയോയിലും അപ്ലോഡ് ചെയ്തതെന്നല്ല. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആ നമ്പർ നോക്കുമ്പോൾ, കോഡ് നമ്പർ നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ആ നമ്പർ ഉണ്ടാവുമല്ലോ, കോഡ് നമ്പർ. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാ ക്വസ്റ്റ്യനും മിക്കവാറും റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നത് കൊണ്ടും നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടുമാണ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒരുപോലെ തോന്നുന്നത്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഇതും കൂടെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എക്സാമിനെ നേരിടാനുള്ളൊരു കോൺഫിഡൻ്റ് ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണേ. എല്ലാവരും എങ്ങനെയായിരുന്നു എക്സാം എന്നും നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം.